അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനും താഴേക്ക് വരുന്നു, രാഷ്ട്രീയ പാർട്ടികളും താഴേക്ക് വരുന്നു, സമവായത്തിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപമാണുള്ളത്. ശരിയാണോ തെറ്റാണോ, ന്യായമാണോ അന്യായമാണോ, രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ളത് വേറൊരു വിഷയം. എന്തായാലും ഒരു വലിയ അലിഗേഷൻ കിടപ്പുണ്ട്, ആരോപണം കിടപ്പുണ്ട്. എന്താണ് ആരോപണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ കൃത്രിമത്വം നടന്നിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതാണോ, അത് കമ്മീഷനെ മുഖമറ നിർത്തിക്കൊണ്ട് നേരത്തെയുള്ള ഉദ്യോഗസ്ഥരോ അകത്തുള്ള ഉദ്യോഗസ്ഥരോ അത് പുറത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ടീമോ, ഇപ്പോൾ AIയുടെയൊക്കെ കാലമാണ്, ഏത് ടീമിനും എന്തും ചെയ്യാൻ പറ്റുന്ന കാലമാണ്. ഏതോ ടീം കൃത്രിമത്വം നടത്തിയിരിക്കുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. അപ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ് ഈ രാജ്യത്ത് അദ്ദേഹം ഉയർത്തിവിട്ടത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഉയർത്തിവിട്ടത് വലിയ ചർച്ചയാണ്. ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്വം. അതിപ്പോൾ ക്ലിയർ ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. SIR തുടങ്ങിയിട്ടുണ്ട്, ഇൻറ്റൻസീവ് റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് പ്രത്യേക തീവ്രമായ പരിഷ്കരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്, SIR തുടങ്ങിയിട്ടുണ്ട്. അതിലുപരിയായി ആ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഈ വിശേഷം. അതിലുപരിയായി വരുന്നത് ജനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സംസ്ഥാന ഇലക്ഷൻ ഓഫീസർമാർക്കും കമ്മീഷണർമാർക്കും കത്തയച്ചു കഴിഞ്ഞു. അത് വാർത്താക്കുറിപ്പായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ഇത് ചർച്ച ചെയ്യണം, അവരുടെ ആശങ്കകൾ മാറ്റണം. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശരിയായാലും തെറ്റായാലും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അവർ ചിലപ്പോൾ തെറ്റായിരിക്കും, ശരിയായിരിക്കും, അഴിമതി കാണും, ചിലപ്പോൾ കള്ളന്മാരായിരിക്കും, കൊള്ളക്കാരായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്നുള്ള നിലയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വെരി മസ്റ്റ് ആൻഡ് ക്രൂഷ്യലാണ് ജനാധിപത്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചർച്ച നടക്കുന്നു. ചർച്ച വരട്ടെ. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പുതിയ ലിസ്റ്റുമൊക്കെ ഉണ്ടായി, നല്ല ലിസ്റ്റായി തന്നെ ഇത് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നല്ല തീരുമാനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനിൽ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടക്കട്ടെ. ആ ചർച്ചയിലൂടെ പുതിയ ലിസ്റ്റുമൊക്കെ ഫൈനലൈസ് ചെയ്ത് നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കേണ്ടതും കാലാനുസൃതമായി മാറ്റേണ്ടതും, കള്ള വോട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം പുറത്ത് നീക്കേണ്ടതും, ഇരട്ട വോട്ടുണ്ടെങ്കിൽ അതിനെ സിംഗിൾ വോട്ടാക്കി എവിടെയാണ് അവരുടെ യഥാർത്ഥ വോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി സ്ഥലത്ത് നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ പരിശുദ്ധമായ ക്ലീനായിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വരട്ടെ. അതിനേക്കാൾ ക്ലീനായിട്ടുള്ള ശുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. നമുക്കൊരു സേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇനി നമുക്ക് സേഷൻ ഇപ്പം ഇല്ല, എന്നാൽ പോലും നമുക്ക് താൽക്കാലികമായി ഇവരെ പരസ്പരം വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷനും പരസ്പരം ഒരു ധാരണയിലെത്തിക്കൊണ്ട് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കട്ടെ.